എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ എന്ന വിഷയമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ ഭാരങ്ങളെ വഹിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിർവഹിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്നത് ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. നമ്മളിൽ ദൈവിക സ്നേഹമുണ്ടെങ്കിലേ തമ്മിൽ ഭാരങ്ങൾ വഹിക്കുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണമായതിനാൽ യഹൂദന്മാർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണം സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അവരിലൊരു വൈദികൻ യേശുവിനെ പരീക്ഷിച്ച്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് യേശു മറുപടി പറഞ്ഞത്. യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണത്തിൽ 1 മുതൽ 4 വരെയുള്ള 4 പ്രമാണങ്ങൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 കൽപ്പനകൾ സമുന്നയിപ്പിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു പുരോഹിതനോട് 2 സുപ്രധാന കൽപ്പനകൾ പറഞ്ഞത്. എങ്ങനെയാണ് തമ്മിൽ സ്നേഹിക്കേണ്ടത് എന്ന് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 13-34-35 വാക്യങ്ങളിൽ പറയുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യൻ എന്ന് എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷം 13-34-35 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചാരേ വയോജന ശ്രദ്ധ എന്ന പദ്ധതി സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. വാർദ്ധക്യത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുവാനും കരുതുവാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അതിന് ഇടവക തലത്തിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തമ്മിൽ സ്നേഹത്തോടും സന്തോഷത്തോടും മറ്റുള്ളവരുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ചാരേ വയോജന ശ്രദ്ധ എന്ന പദ്ധതിയിലൂടെ എല്ലാവർക്കും അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രായാധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ ആവശ്യം എന്തെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹപ്രദമായ ശുശ്രൂഷയാണ് ചാരേ വയോജന ശ്രദ്ധ. ഇതുപോലെയുള്ള പദ്ധതികളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ തമ്മിൽ ഭാരങ്ങൾ വഹിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.